ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഇന്ന് പാത്തുമ്മയും ആടിനെയും ഒന്ന് വരച്ച് നോക്കാം. ആദ്യം നമ്മളൊരു പേപ്പർ ഫ്രണ്ടിൽ വെക്കുക. പിന്നെ ഞാൻ ഇവിടെ പെന്നുകൊണ്ടാണ് വരയ്ക്കുന്നത്. ഫസ്റ്റായിട്ട് ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. നമ്മൾ ഫസ്റ്റായിട്ട് പാത്തുമ്മയുടെ തട്ടം വരയ്ക്കുകയാണ്. അപ്പം നമ്മൾ പതുക്കെ തട്ടത്തിൻ്റെ ആ ഷേപ്പ് പതുക്കെ വരയ്ക്കുന്നു. പിന്നെ ആ പാത്തുമ്മയുടെ കാതിലും പിന്നെ നമ്മൾ ആ മുഖത്തിൻ്റെ ഷേപ്പും വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മുഖത്തിൻ്റെ ഷേപ്പ് വരച്ചെടുത്തു. പിന്നെ നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ഏകദേശം ഞാൻ ആ കൈയൊക്കെ പതുക്കെ വരച്ചെടുത്തു. പിന്നെ ആ ഡ്രസ്സിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ നോക്കിയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കൈ എന്ന് വെച്ചാൽ നമ്മുടെ ഒരാടിനെ, പാത്തുമ്മയുടെ ആടിനെ പിടിക്കുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ വരക്കുന്നത്. അപ്പോൾ ആ കൈയുടെ ഭാഗവും ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ ആ ഒരു ഭാഗം പോർഷൻസ് നമ്മൾ വരയ്ക്കുകയാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വരച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. താഴത്തേക്കുള്ള ആ ഒരു ലെവൽ വരെ നമ്മൾ വരച്ചെടുക്കുന്നു പതുക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് പാത്തുമ്മയുടെ കോസ്റ്റ്യൂംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കയ്യിലെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, പാത്തുമ്മ ആടിനെ പിടിക്കുമ്പോൾ ആ ഒരു കയറുണ്ട് കയ്യിൽ. അപ്പോൾ ഞാനിവിടെ ആ കയറും ഇവിടെ വരച്ചെടുക്കുന്നു. കയറിങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ബാലൻസ് കയറിങ്ങനെ താഴോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു കയറ് പോകുന്നത് നമ്മളെ ആടിൻ്റെ കഴുത്തിലേക്കായിരിക്കും. അപ്പോൾ കയറും നമ്മൾ സാവധാനം വരച്ചു. പിന്നെ പാത്തുമ്മയുടെ കാലിൻ്റെ ഒരു ഭാഗം ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇടുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ക്യാമറ കുറച്ച് മുകളിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് കാല് വരക്കുന്ന ഒരു പോർഷൻസ് കാണുന്നില്ല. കുറച്ച് താഴത്തേക്കായിപ്പോയി. പിന്നെ നമ്മൾ പാത്തുമ്മയുടെ ആടിനെ വരയ്ക്കുകയാണ്. ആടിൻ്റെ ഷേപ്പ് ആടെങ്ങനെയാണോ, അപ്പോൾ ആ ഒരു ആടിൻ്റെ ഫസ്റ്റായിട്ട് ഞാനിവിടെ മുഖമാണ് വരക്കുന്നത്. ആടിൻ്റെ മുഖം നമ്മൾ ആ ഒരു ഷേപ്പ് കൊണ്ടുവരികയാണ്. ആടിൻ്റെ ഷേപ്പ് ജസ്റ്റ് മൂക്കും പിന്നെ അതുപോലെ തന്നെ കണ്ണുകളും, ആടിൻ്റെ കണ്ണുകൾ വരച്ചെടുക്കുന്നു. 2 കണ്ണും ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആടിൻ്റെ ആടിൻ്റെ ചെവി എപ്പോഴും കുറച്ച് നീണ്ട ഒരു ചെവിയായിരിക്കും. അപ്പോൾ നമുക്ക് ആടിൻ്റെ ചെവിയും സാവധാനം വരച്ചെടുക്കാം. റൈറ്റ് സൈഡിലെ ആടിൻ്റെ ചെവി ഞാനിവിടെ വരച്ചു. നീളത്തിൽ ഒരു വളഞ്ഞ ഒരു ഷേപ്പിലായിരിക്കും ആടിൻ്റെ ചെവി ഉണ്ടാവുക. അപ്പോൾ ആടിൻ്റെ ചെവിയും നമ്മൾ അടിപൊളിയായിട്ട് വരച്ചെടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ കയറ് ആടിൻ്റെ കഴുത്തിലേക്ക് കെട്ടിയ പോലെ നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആടിൻ്റെ എങ്ങനെ ആടങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷൻ നമ്മൾ വരച്ചെടുക്കുക. ആട് നിൽക്കുന്ന ഒരു പൊസിഷൻ. അപ്പോൾ ആടിൻ്റെ ഒരു കാല് വരയ്ക്കുക. താഴത്തേക്ക് ഒരു കാല് പതുക്കെ അങ്ങനെ അതിൻ്റെ കുളമ്പൊക്കെ ഞാൻ വരച്ച് ഒരു കാല് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത കാലം ഒരു ഫോൾഡിങ് ടൈപ്പാണ് വരക്കുന്നത്. ഒരു കാല് കുറച്ച് ഫോൾഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ആ കാലം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് പതുക്കെ വരച്ചെടുക്കാം. അപ്പോൾ പിൻഭാഗത്തെ കാലം അതിൽ കാണില്ല. അപ്പോൾ ഏകദേശം നമ്മൾ പിന്നെ ആടിൻ്റെ ഓരോരോ ബ്ലാക്കും വൈറ്റും ഉള്ള ഒരു ആടാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗമാണോ ബ്ലാക്ക് വേണ്ടത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഞാനിവിടെ കറുപ്പിച്ച് കൊടുക്കുന്നു. പിന്നെ ഏതൊക്കെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ നമ്മൾ കറുപ്പിച്ച് കൊടുക്കണം. പിന്നെ പാത്തുമ്മയുടെ കയ്യിൽ ഒരു പ്ലാവിലയുണ്ട്. പ്ലാവിൻ്റെ ഇല ആടിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാവില പിടിച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ബ്ലാക്ക്നെസ് ഉള്ള ഏരിയാസ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് ബ്ലാക്കായിട്ട് ആടിൻ്റെ ആ കളറൊക്കെ നമുക്ക് അങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു
കാലിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ കുളമ്പിൻ്റെ ഭാഗത്തൊക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളത് വരച്ചെടുക്കുന്നു, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. ബ്ലാക്ക് പെൻ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണം സ്കെച്ച് വെച്ചിട്ടും ഇത് ബ്ലാക്ക് പെട്ടെന്ന് നമുക്ക് ഇത് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ പെന്നാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ പിക്ചർ ഏകദേശം നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കളർ പെൻസിലേക്ക് കിടക്കാം. കളറിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റായിട്ട് പാത്തുമ്മയുടെ തട്ടത്തിലേക്ക് കിടക്കാം. തട്ടത്തിൽ നമ്മൾ ഫസ്റ്റായിട്ട് ലൈറ്റ് പച്ച കളറാണ് കൊടുക്കുന്നത്. ലൈറ്റ് പച്ച ഫുള്ളായിട്ട് നമ്മൾ തട്ടം ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ലൈറ്റ് പച്ച ഏകദേശം റെഡി ആയിട്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റ്നെസ്സും ഒരു ഡാർക്ക്നെസ്സും ഉള്ളൊരു പച്ചയുണ്ട്. ആ ഒരു പച്ചയും ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടും. പിന്നെ ഡാർക്ക് പച്ച നമുക്ക് എവിടെയാണോ ഡാർക്ക്നെസ് ഉള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളവിടെ ഷെയ്ഡ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു 3D ലുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി നമ്മൾ ഡ്രസ്സിലേക്ക് കിടക്കുകയാണ്. ഡ്രസ്സിൽ ഞാനിവിടെ ചെയ്യുന്നത് സ്കൈ ബ്ലൂ ആണ്. ഫസ്റ്റ് ഞാനിവിടെ ആകാശ നീല വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് കൈയുടെ ഭാഗം ഞാനിവിടെ കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. നമ്മൾ അടുത്തടുത്ത് വേണം ഷെയ്ഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല. പിന്നെ കുറച്ച് ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഞാനിവിടെ ഡാർക്ക്നെസ് ഉള്ളത് ഇരുട്ട് ഭാഗം എവിടെയൊക്കെയാണുള്ളത് നമ്മൾ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. പിന്നെ ലൈറ്റ് സ്കൈ ബ്ലൂ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂംസ് ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. കുറച്ച് ഭാഗം ഞാനവിടെ വൈറ്റ് വിട്ടിട്ടുണ്ട്, അവിടെ നമ്മൾ യെല്ലോ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലൈറ്റ് മുൻവശത്തു നിന്നൊരു ലൈറ്റ് വരുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ സ്കൈ ബ്ലൂ അടിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ബാക്ക് സൈഡിൽ നമ്മൾ കുറച്ച് ഡാർക്ക് ബ്ലൂ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കണ്ടോ, നമ്മളിപ്പോൾ ഡാർക്ക് ബ്ലൂവും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു 3D ലുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡ്രസ്സിന്. പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാനിവിടെ മഞ്ഞ യൂസ് ചെയ്യുന്നു, റിങ് അതുപോലെ തന്നെ വള. പിന്നെ ബാക്കി ഇലകൾക്ക് നമ്മളിവിടെ പച്ച കൊടുക്കുന്ന ശേഷം മഞ്ഞയും കൊടുക്കുന്നു. ലൈറ്റ്നെസ് ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. ബാക്കി കമ്പനി ഞാൻ ബ്രൗൺ കൊടുത്തു. പിന്നെ പാത്തുമ്മയുടെ ഫേസിന് നമ്മൾ സ്കിൻ ടോൺസ് ഡോംസ് എന്നൊരു കളർ പെൻസിൽ നമുക്ക് സ്കിൻ ടോൺസ് കിട്ടാനുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. കൈക്കൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആടിൻ്റെ കയറിന് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ ചുണ്ടിന് നമ്മൾ പിങ്ക് കളർ യൂസ് ചെയ്യുക, ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഡാർക്ക് പിങ്കും. ബാക്കി ഡാർക്ക്നെസ് ഉള്ളവർക്ക് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് കുറച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുക. ബാക്കി ആടിന് ചെറുങ്ങനെ ലൈറ്റായിട്ട് ബ്ലൂ ഷെയ്ഡ് എടുക്കുക. ബാക്കി നമ്മൾ പുല്ലൊക്കെ നമ്മൾ പച്ച, ലൈറ്റ് പച്ച അതുപോലെ ഡാർക്ക് പച്ച വെച്ചിട്ട് നമ്മൾ പുല്ലും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.